Hello friends, welcome to Henry Geography Classes. Myself, Rino Mariam. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് PSC ക്വസ്റ്റ്യൻസ് ലോജിക്കലി സോൾവ് ചെയ്യുക എന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം PSCയുടെ ക്വസ്റ്റ്യൻ രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. PSC പലരും പറയുന്നുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് വന്നു തുടങ്ങി, അതുപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ബുദ്ധിമുട്ടാണ് എന്നാണ് ഭൂരിഭാഗം വരുന്ന ഉദ്യോഗാർത്ഥികളും പറയുന്നത്. പക്ഷേ ഈ PSCയുടെ മാറുന്ന രീതിക്കൊപ്പം നമ്മളും മാറേണ്ടത് ആവശ്യമാണ്. ശരിക്കും പറഞ്ഞാൽ PSC സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇത്തരം ക്വസ്റ്റ്യൻസിനെ നമുക്ക് ലോജിക്കലി സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ജോഗ്രഫി ക്വസ്റ്റ്യൻസ് ലോജിക്കലി സോൾവ് ചെയ്യുക? ഇനി ഇത് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപായി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ലോജിക്കലി ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സബ്ജക്റ്റിനെ കുറിച്ച് ഒരു വിവരവും വേണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന പരിമിതമായ ഇൻഫർമേഷൻസ് വെച്ച് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനെ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മിനിമം നോളജ് ആ ഒരു സബ്ജക്റ്റിൽ ഇതിന് ആവശ്യമാണ്. പലരും ലോജിക്കലി സോൾവിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ പറയും അറിയാതെ തന്നെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. അങ്ങനെ ഒരു കാര്യമില്ല. നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പക്ഷെ ആ പരിമിതമായ നോളജിൽ നിന്നും നമുക്ക് മുഴുവനായിട്ട് അതിനെക്കുറിച്ച് അറിയാതെ തന്നെ ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ഡിഫറെൻറ്റ് രീതികളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ചെയ്യുമ്പോൾ അതിലുപയോഗിക്കുന്ന ലോജിക്കൽ മെത്തേഡ് ആയിരിക്കില്ല അടുത്ത ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കപ്പെടുക. ഓക്കെ, അപ്പോൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമ്മൾ ലോജിക്കലി ചെയ്ത് നോക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ ലോജിക്കൽ തിങ്കിങ് കപ്പാസിറ്റി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ ഇത് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ എൻട്രിയുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് ഇത്തരം ലോജിക്കലി സോൾവിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഈ ഒരു സെഷൻ ഉപയോഗപ്രദമാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഹൗ ടു സോൾവ് ജോഗ്രഫി ക്വസ്റ്റ്യൻസ് ലോജിക്കലി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് ഓൾറെഡി PSC ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. Which of the following statements are correct about relative humidity? റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയെ സംബന്ധിച്ച് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു ഉദ്യോഗാർത്ഥി ആദ്യം ചെയ്യേണ്ടത് കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്ന് മാർക്ക് ചെയ്യുക. ഇവിടെ ചോദിച്ചേക്കുന്നത് കറക്റ്റ് അബൌട്ട് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്നാണ്. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറയും, കീവേഡ്സ് ആൻസർ ചെയ്യണം. ഫസ്റ്റ് ഗോൾഡൻ റൂൾ. അപ്പോൾ കറക്റ്റ് about relative humidity. ഇവിടുത്തെ കീ ടേം റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഇനി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ഹൗ മച്ച് വാട്ടർ വേപ്പർ ഈസ് ഇൻ ദി അറ്റ്മോസ്ഫിയർ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ദി മാക്സിമം എമൗണ്ട് പോസിബിൾ. അതായത് ഇവിടെ പറഞ്ഞേക്കുന്നത് അറ്റ്മോസ്ഫിയറിൽ എത്ര പെർസെൻറ്റേജ് വാട്ടർ വേപ്പർ ഉണ്ട് വിത്ത് കമ്പയറിങ് ടു ഇറ്റ്സ് ഫുൾ കപ്പാസിറ്റി. അതായത് ഒരു എയർ കോളത്തിൻ്റെ മുഴുവൻ കപ്പാസിറ്റിയുമായി കമ്പയർ ചെയ്യുമ്പോൾ എത്ര പെർസെൻറ്റേജ് വാട്ടർ വേപ്പർ പ്രസൻ്റ് ആയിട്ടുണ്ട്, അതാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കീവേഡിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, റിലേറ്റീവ് എന്നാണ് തന്നിരിക്കുന്നത്. ആ പദത്തിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പാരിസൺ ആണ്. ഒരു സംഭവവും മറ്റൊരു സംഭവമുള്ള കമ്പാരിസൺ. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ, അതിലൊരു കമ്പാരിസൺ തന്നെയല്ലേ പറയുന്നത്. ഒരു എയർ കോളത്തിൻ്റെ ഫുൾ കപ്പാസിറ്റിയുമായി കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം വാട്ടർ വേപ്പർ ഉണ്ട്. അപ്പോൾ ഈ ഒരു വേർഡിൻ്റെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെയെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. ലോ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി indicates relatively dry atmospheric condition, while high relative humidity indicate relatively humid atmospheric condition. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിച്ചാൽ കിട്ടും. അതായത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കുറവാണെങ്കിൽ അത് കാണിക്കുന്നത് ഡ്രൈ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ആണ്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടുതലാണെങ്കിൽ, അന്തരീക്ഷത്തിൽ ആർദ്രത കൂടുതലാണെങ്കിൽ അത് കാണിക്കുന്നത് അന്തരീക്ഷം ഈർപ്പമുള്ളതാണ് എന്നതാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എത്ര സിമ്പിളാണ് അല്ലേ? അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ. ദ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഈസ് ഹൈ. അതായത് അന്തരീക്ഷത്തിലെ ആർദ്രത കൂടുതലാണെങ്കിൽ
ലെസ് വാട്ടർ വേപ്പർ ഇവാപറേറ്റ്സ് ഫ്രം സ്കിൻ. നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറച്ച് വെള്ളം മാത്രമാണ് ബാഷ്പീകരിക്കപ്പെടുത്തുള്ളൂ. ബിക്കോസ് ദ സറൗണ്ടിങ് അറ്റ്മോസ്ഫിയർ ഈസ് ഓൾറെഡി റിലേറ്റീവ്ലി മോയ്സ്ചർ, ലിവിങ് ദ സ്കിൻ സർഫസ് ഹോട്ടർ. അപ്പോൾ പറയാണ് അന്തരീക്ഷത്തിൽ ഈ ആർദ്രത ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറച്ച് വെള്ളമേ നഷ്ടപ്പെടത്തുള്ളൂ. അത് ശരിയല്ലേ? കാരണം എന്താ, അന്തരീക്ഷത്തിൽ ഓൾറെഡി ഈർപ്പുണ്ട്. അപ്പം നമ്മുടെ ശരീരത്തിൽ നിന്ന് വാട്ടർ പുറത്തോട്ട് പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. നമ്മുടെ സ്കിൻ സർഫസ് ഹോട്ടറായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് കണ്ട് പേടിച്ച് ആൻസർ ചെയ്യാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ലോജിക് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? നമ്മളോട് കറക്റ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബവ് ആണ് ആൻസർ. അപ്പോൾ ഇനി സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങളത് വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. അത് ലോജിക്കലി നിങ്ങൾക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. മാച്ച് ദ ഫോളോയിങ്. ഡിവിഷൻസ് ഓഫ് ഹിമാലയ ആണ് ഒരു സൈഡിൽ തന്നേണ്, ഒരു സൈഡിൽ റിവേഴ്സ് ആണ് തന്നേക്കുന്നത്. എന്നിട്ട് നമ്മളോട് ഇതിൽ നിന്ന് കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഈ ഡിവിഷൻ ഒന്നും അറിയില്ല എന്നിരിക്കട്ടെ. ഇത് ശരിക്കും നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫി എന്ന ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന ഡിവിഷൻസ് ആണ്. നിങ്ങൾക്കിപ്പോൾ ഈ ഡിവിഷൻ ഒന്നും അറിയില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് സോൾവ് ചെയ്യും? വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ആസാമിലൂടെ ഒഴുകുന്ന നദി ബ്രഹ്മപുത്രയാണ് അല്ലേ? ബ്രഹ്മപുത്ര എന്ന നദി ആസാമിലൂടെയാണ് ഒഴുകുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഈ ഡി വരുന്നത് 3 ആയിരിക്കും എന്നുള്ളത് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ? അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ D3 വരുന്ന 2 അവിടെ വെച്ചേക്കുക. ബാക്കി 2 ഓപ്ഷൻസ് കട്ട് ചെയ്ത് കളയുക. പിന്നെ നിങ്ങളുടെ മുൻപിൽ 2 ഓപ്ഷനുള്ളൂ. അത് എയും ബിയുമാണ്. അപ്പോൾ നിങ്ങളിനി എയും ബിയിനെ കുറിച്ച് മാത്രം ഡൗട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇനി നിങ്ങൾക്ക് അറിയാവുന്ന അടുത്ത നദി ഏതാന്ന് നോക്കിയേ. ഇതിൽ നിങ്ങൾക്കറിയാവുന്ന അടുത്ത നദി ഏതാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഇൻഡസ്. അത് പഞ്ചാബിലൂടെയാണ് എന്നെല്ലാവർക്കും അറിയാം. അതൊരിക്കലും കുമാവൂൺ ഡിവിഷനിൽ വരില്ല, നേപ്പാൾ ഡിവിഷനിൽ വരില്ല. അപ്പോൾ നമുക്ക് A2 എന്നുള്ള ആൻസറിലോട്ട് എത്താവുന്നതാണ് അല്ലേ? പഞ്ചാബിലാണ് ഇൻഡസ് എന്ന് എല്ലാവർക്കും അറിയാം. കാരണം പഞ്ചാബ് 5 നദികൾ ഝലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ് അത് ചെയ്യുന്ന ഇൻഡസിലോട്ടാണ് എന്നെല്ലാവർക്കും അറിയാം. അപ്പോൾ A2 ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ A2 വരുന്ന ഒരേ ഒരു ഓപ്ഷനുള്ളൂ, ഇതാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടി. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2, 1, 4 and 3. ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. അപ്പോൾ ഇത് മുഴുവനും അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താം. ഇനിയിപ്പോൾ നമ്മളൊന്ന് കൺഫേം ചെയ്യുകയാണ്. നേപ്പാൾ ഹിമാലയ. നേപ്പാൾ മെയിനായിട്ട് വരുന്ന, നേപ്പാളിൻ്റെ സൈഡിലൂടെ വരുന്ന ഒരു നദിയാണ് ഏത്? നമ്മുടെ തീസ്ത. അപ്പോൾ അവിടെ വരുന്ന പിന്നെ കാളി റിവർ. അപ്പോൾ സി എന്തായിരിക്കും? 4 ആയിരിക്കും. അതുപോലെ ബി കുമാവൂണിൽ വരുന്ന സത്ലജ് ആൻഡ് കാളി റിവർ ആണ്. B1 ആണ് വരിക. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കേ നമ്മുടെ ആൻസർ ശരിയല്ലേന്ന്. ഓക്കെ, A2 ആണ്, B1 ആണ്, അതുപോലെ C4 ആണ്, D3 ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ 4 അറിയണം എന്ന് ഒരു നിർബന്ധവുമില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു ആസാമിലൂടെ ഒഴുകുന്ന നദി ബ്രഹ്മപുത്രയാണ് എന്ന് അറിയാമെങ്കിൽ തന്നെ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ അടുത്ത് നോക്കേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള വേർഡ് പഞ്ചാബ്, അതും ഇൻഡസും. അപ്പോൾ അതും കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കൂളായിട്ട് എത്താവുന്നതേ ഉള്ളൂ അല്ലേ? അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. A2 വരുന്ന ഓപ്ഷൻ എടുക്കുക. ഓക്കെ, അപ്പോൾ A2 വരുന്ന ഓപ്ഷൻ ബി ആണ് വരിക. അപ്പം ആൻസർ ബി ആണ്. ഓക്കെ, അപ്പോൾ ഇതിലെ ലോജിക്ക് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദി കറക്റ്റ് ആൻസർ. ഞാൻ പറഞ്ഞു കീവേഡ് മാർക്ക് ചെയ്യണം. കറക്റ്റ് ആൻസർ ആണ് കണ്ടുപിടിക്കാൻ. മിനറൽ ഹേർട്ട് ലാൻഡ് ഓഫ് ഇന്ത്യ. ഈ ക്വസ്റ്റ്യനിലും ഇതെല്ലാം നിങ്ങൾ അറിയണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മിനറൽസ് എടുക്കുന്നത് ഛോട്ടാ നാഗ്പൂരിൽ നിന്നാണ്. അപ്പം മിനറൽ ഹാർട്ട് ഛോട്ടാ നാഗ്പൂർ ആണ് എന്നറിഞ്ഞാൽ 1C ആണ് എന്ന് കിട്ടും. 1C കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ ആയി. കണ്ടോ, 1C കിട്ടിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആൻസർ ആയി. പിന്നെ ബാക്കി വായിച്ച് സമയം കളയേണ്ട കാര്യമുണ്ടോ? ഇല്ല. പിന്നെ ബാക്കി വായിച്ച് സമയം കളയേണ്ട കാര്യമില്ല. എന്നാലും നമുക്കൊരു ഉറപ്പ് വരണം.
അപ്പോൾ ഉറപ്പ് വരാനായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന വേറെ എന്തെങ്കിലും ഒരു സാധനം എടുക്കുക. വേറെ എന്തെങ്കിലും എടുക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും എളുപ്പം നമുക്ക് എടുക്കാനായിട്ട് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, അത് നമുക്കറിയാം ചോട്ടാ നാഗ്പൂർ റീജിയനിലാണ് അല്ലേ, വെസ്റ്റ് ബംഗാൾ, അതുപോലെ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് റീജിയനിലാണ്. അപ്പോൾ 4B ആണ് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അതെ ഇത് കൺഫേം ചെയ്യാലോ 4B. ഇനി കോട്ടൺ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗുജറാത്തും മുംബൈയും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും 3A ആണ് എന്നുള്ളത്. ഓക്കെ, സിർക്കോണിയം മിക്കവാറും കേട്ട് പരിചയം ഉണ്ടാവില്ല, അപ്പോൾ അത് 2D ആണ് വരിക. ഓക്കെ, അപ്പോൾ ആൻസർ ഇത് തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു എല്ലാ ഓപ്ഷൻസും കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് സുഗമമായിട്ട് ആൻസറിലോട്ട് വരാം. എങ്ങനെയാണ് ആൻസറിലോട്ട് വരുന്നത്? മിനറൽ ഹെർട്ട്ലാൻഡ് ഓഫ് ഇന്ത്യ, അത് ചോട്ടാ നാഗ്പൂർ ആണ് എന്ന് മനസ്സിലാക്കിയ പിന്നെ 1C ആണ്, ഓപ്ഷൻ D ആണ് എന്നുള്ളത് കിട്ടും. അവിടെ ബാക്കി ഓപ്ഷനെ കുറിച്ച് നിങ്ങൾ വറി ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല. ഇതാണ് ലോജിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന മെത്തേഡ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ വ്യത്യാസമുണ്ട്, ഇതിൽ ശരിയായത് മാത്രം നിങ്ങളോട് എടുക്കാനാ ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ പെയർ വിച്ച് ഈസ് കറക്റ്റ്ലി മാച്ച് ആയിട്ടുള്ളത് ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ലോജിക്ക് ഉപയോഗിക്കാനുള്ള ചാൻസ് പകുതിയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആരവല്ലി റേഞ്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഗുജറാത്ത് തുടങ്ങി ഡൽഹി വരെയാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഡൽഹി ടു അഹമ്മദാബാദ് ശരിയാവാം അല്ലേ. പിന്നെ നർമ്മദ, അത് റിഫ്റ്റ് വാലി ആണ് എന്ന് എല്ലാവർക്കും അറിയാം. നർമ്മദ റിഫ്റ്റ് വാലിയാണ്. അപ്പം A ശരിയാണ്. അപ്പം A ശരിയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ A ഇല്ലാത്ത ഓപ്ഷനൊക്കെ വെട്ടിക്കോളൂ. കാരണം നമ്മളോട് കറക്റ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പം A കറക്റ്റ് ആണെങ്കിൽ A ഇല്ലാത്ത ഓപ്ഷൻ വെട്ടുക, Bയും Dയും വെട്ടുക, C വെട്ടുക. അപ്പം ഇനി ഓപ്ഷൻ എന്തായിരിക്കും? Aയോ Dയോ ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പം ഇനി നിങ്ങൾ B ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? B ചെക്ക് ചെയ്യേണ്ട കാര്യം ഇല്ല. കാരണം A എന്ന് പറയുന്ന ഓപ്ഷനിൽ A ആൻഡ് B കറക്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. D എന്ന ഓപ്ഷനിലും A, B, C, D കറക്റ്റ് ആണ് എന്നും പറയുന്നുണ്ട്. അപ്പം ഇനി നിങ്ങൾ എനെയും ബിനെയും കുറിച്ച് ബോധർ ചെയ്യേണ്ട, ഇത് രണ്ടും ശരിയാണ്. അപ്പോൾ നിങ്ങൾ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇനി സിയോ ഡിയോ ശരിയാണോ എന്ന് നോക്കിയാൽ അപ്പോൾ കുറേ പേർക്ക് സംശയമാണ്. പെനിൻസുലാർ പ്ലേറ്റ്യൂ 1600 കിലോമീറ്റർ, ഇത് എന്ത് സാധനമാണ്, ഇത് ശരിയായിരിക്കുമോ എന്ന് ടെൻഷൻ ഉള്ളവർ അത് വിട്ടേക്കുക. ഓക്കെ, അപ്പോൾ C അറിയാൻ പാടില്ലാത്തവർ ഇനി ടെൻഷൻ അടിക്കും. ദൈവമേ C ശരിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, അപ്പോൾ ഇങ്ങനെ ഇനി കണ്ടുപിടിക്കുക A ആണോ D ആണോ എന്ന് ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ എന്ത് ചെയ്താൽ മതി? D നോക്കുക. മനസ്സിലായോ? C കൺഫ്യൂസിങ് ആണ് കുറച്ച് പേർക്ക്. 1600 എന്താണെന്ന് അറിയില്ല ശരിക്കും, പെൻസിലാർ പ്ലേറ്റിന് നീളം അതറിയില്ലെങ്കിൽ മക്കളെ നിങ്ങൾ വിട്ടേരെ. 4ാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുക. 4ാമത്തെ മാച്ച് ഫോളോയിങ് എടുക്കുക. ഈസ്റ്റ് കോസ്റ്റ്, കാവേരി ഡെൽറ്റ, ഇതെല്ലാവർക്കും അറിയാലോ. ഈസ്റ്റ് കോസ്റ്റിലാണ് കാവേരി നദി ചെന്ന് ചേരുന്നതെന്ന്, അല്ലെങ്കിൽ ബേ ഓഫ് ബംഗാളിലോട്ടാണ് കാവേരി നദി ചേരുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതിൽ നിന്ന് D ശരിയാണ് എന്ന് കിട്ടും. അപ്പം നിങ്ങൾക്ക് ഇവിടെ A ശരിയാണ്, D ശരിയാണ് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ ആൻസർ ഓപ്ഷൻ D ആണ് എന്നെത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം എന്തിനാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തതെന്ന് ചോദിച്ചാൽ, ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറേ പേര് A ശരിയാണെന്ന് അറിയാം, B ശരിയാണെന്ന് അറിയാം, C അറിയാത്തതിൻ്റെ പേരിൽ സ്റ്റക്കാവും. അങ്ങനെ സ്റ്റക്ക് ആവരുത്. A ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ A ഇല്ലാത്ത ഓപ്ഷൻസ് കട്ട് ചെയ്യുക. ഇത് രണ്ടും ഞാൻ കട്ട് ചെയ്തു. പിന്നെ ബീനെ കുറിച്ച് വറി ചെയ്യേണ്ട കാര്യമില്ല, B ശരിയാണ് അല്ലേ. പിന്നെ ഏതാണ്? C എനിക്കറിയില്ല. അപ്പോൾ അറിയില്ലെങ്കിൽ അത് വിട്ടേക്ക്, അടുത്തത് നോക്ക്. D ഉണ്ടല്ലോ ഓപ്ഷനിൽ, D നോക്കുക. ഈസ്റ്റ് കോസ്റ്റ്, അത് സിമ്പിളാണ് അല്ലേ. കാവേരി നദി ചെന്ന് ചേരുന്ന ഈസ്റ്റ് കോസ്റ്റിലോട്ട്. അപ്പോൾ ആൻസർ എന്ത് വരും? ഓപ്ഷൻ D, A, B, C ആൻഡ് D. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇത് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻട്രിയുടെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് കൂടുതൽ കൊണ്ടുവരും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഐസോ ഹാലൈൻസ് ആർ ലൈൻസ് ജോയിനിങ് ദ പ്ലേസസ് ഹാവിങ് ഈക്വൽ. എന്താണ് ഐസോ ഹാലൈൻസ് എന്ന് പറയുന്നത്? അപ്പോൾ ഇത് ഒരു സെക്കൻഡ് ടൈപ്പ് റൂളാണ്. അതായത് സിമിലർലി സൗണ്ടിങ് വേർഡ്സ്, ഒരുപോലെ സൗണ്ട് ചെയ്യുന്ന വേർഡ്സ് ആൻസർ ആയിട്ട് വരാം. ക്വസ്റ്റ്യനിൽ ഒരുപോലെ പറയുന്ന വേർഡ്സ് ആൻസറിൽ വരികയാണെങ്കിൽ അതായിരിക്കും കറക്റ്റ് ആൻസർ. ഇപ്പം ഞാൻ കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഐസോ ഹാലൈൻ എന്നാണ് പറയുക. ഹാ ലൈൻ, കണ്ടോ? അലൈൻ,
ഹാലൈൻ. ഇതുമായി കൂടുതൽ ബന്ധം വരുന്നത് ആർക്കാണ്? ക്ലൗഡ് കവർ ആണോ, സലൈൻ ആണോ, സൺലൈറ്റ് ആണോ, സീസ്മിക് വേവ്സ് ആണോ? ഏതിനാണ്? സലൈൻ അല്ലെ, അല്ലെങ്കിൽ സലൈനിറ്റി ലൈൻ. ഓക്കെ, എലൈൻ കണ്ടോ, സലൈൻ എലൈൻ. അപ്പോൾ ഇതിനെയാണ് എറ്റിമോളജിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയും. എറ്റിമോളജിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു വേർഡ് കണ്ടാൽ നമുക്ക് ആ വേർഡിൻ്റെ ഒറിജിനിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഐസോ ഹാ ലൈൻ എന്നാ പറയുന്നത്, അലൈൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നത് അലൈൻ. ഓക്കെ, സലൈൻ, നമ്മൾ സലൈനിറ്റി സലൈൻ എന്ന് പറയും അല്ലേ, സലൈൻ. അപ്പോൾ ഇതാണ് ആൻസർ വരിക, ഓപ്ഷൻ ബി. ഇതിനൊരു എക്സാമ്പിളും കൂടെ ഞാൻ പറയാം. അത് UPSC പരീക്ഷയിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് കാർബൺ ഫെർട്ടിലൈസേഷൻ? ഇത് UPSC ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതായത് 4 ഓപ്ഷനാണ് തന്നെ. എന്താണ് കാർബൺ ഫെർട്ടിലൈസേഷൻ? അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുന്നു. രണ്ടാമത്തെ ഓപ്ഷനാണ് കാർബണിന്റെ അളവ് കൂടുന്നതുകൊണ്ട് ചെടികളുടെ വളർച്ച കൂടുന്നു. മൂന്നാമത് പറഞ്ഞത് കാർബണിന്റെ അളവ് കൂടുന്നതുകൊണ്ട് ചെടികൾ നശിച്ചു പോകുന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു ഓപ്ഷൻ തന്നത്. അപ്പോൾ ഈ വേർഡ് നിങ്ങൾ ആലോചിക്കുക. കാർബൺ, നിങ്ങൾക്കറിയാം കാർബൺ ഡയോക്സൈഡ്. ഫെർട്ടിലൈസേഷൻ എന്നല്ല, ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ എന്താ? വളം. അപ്പോൾ കാർബൺ വളമായി മാറുന്നു. അതായത് അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുമ്പോൾ ചെടിയുടെ വളർച്ച കൂടുന്നതിനെയാണ് കാർബൺ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുക. വളം ഇട്ടാൽ എന്താ ഗുണം? ചെടി വളരും. ഇപ്പൊ കാർബൺ ഫെർട്ടിലൈസേഷൻ എന്ന അർത്ഥം എന്താ? കാർബണിന്റെ അളവ് അന്തരീക്ഷത്തിൽ കൂടുമ്പോൾ ചെടികളുടെ വളർച്ചാ നിരക്കും കൂടുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് സിമിലർലി സൗണ്ടിങ് വേർഡ്സ് അല്ലെങ്കിൽ ഒരു വേർഡിന്റെ ഒറിജിനിൽ നിന്ന് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുക. ഇനി ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു മെഷർ ദി അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി? അന്തരീക്ഷത്തിലെ ആർദ്രത അളക്കാനായി ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അന്തരീക്ഷത്തിലെ ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഓക്കെ, അപ്പോൾ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളത്തിന്റെ അളവാണ്. അന്തരീക്ഷത്തിലെ വെള്ളത്തിന്റെ അളവാണ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. വെള്ളമായി റിലേറ്റ് ചെയ്ത സാധനങ്ങളെ നമ്മൾ എന്ത് പറയും? ഹൈഡ്രോ എന്ന് പറയും അല്ലെ. ഹൈഡ്രോളജി, സ്റ്റഡി ഓഫ് വാട്ടർ അല്ലെ. അതുപോലെ തന്നെ ഹൈഡ്രോസ്കോപ്പിക്. അപ്പൊ വെള്ളവുമായി ബന്ധപ്പെട്ട സാധനങ്ങളെയാണ് നമ്മൾ ഹൈഡ്രോ എന്ന് പറയാം. അപ്പൊ ആ ഒരു വേർഡുമായി ബന്ധപ്പെട്ട ഒരു വേർഡ് ഇവിടെ ഉണ്ട്. ഏതാണ്? ഹൈഗ്രോമീറ്റർ. അപ്പൊ ഹൈഗ്രോമീറ്റർ ആണ് ആർദ്രത അളക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ അളവാന്ന് അറിഞ്ഞിരിക്കണം. വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ഹൈഡ്രോ എന്നുള്ള വേർഡും കൊണ്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് ഹൈഗ്രോ. ഇനി ഒരു കാര്യമുണ്ട്, ഫോട്ടോമീറ്റർ എന്തായാലും വരില്ല. കാരണം ആ പേര് കേട്ടാൽ തന്നെ അറിയാം എന്തോ ഒപ്റ്റിക്കൽ ബ്രൈറ്റ്നെസ്സോ അല്ലെങ്കിൽ ഒപ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അല്ലെ. ലൈറ്റ് റേസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഫോട്ടോ എന്ന് പറഞ്ഞാൽ ലൈറ്റ് അല്ലെ. ലൈറ്റുമായി ബന്ധപ്പെട്ട എന്തോ ഇൻസ്ട്രുമെന്റ് ആണ് ഫോട്ടോ മീറ്റർ എന്ന് അതിൽ നിന്ന് മനസ്സിലാവും. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. ഇനി ഓക്സാനോമീറ്റർ എന്ന് കുറച്ച് പേർക്കെങ്കിലും കേട്ടോ. ഓക്സിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെടികൾ വളരാനായിട്ട് സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഓക്സിൻ. അപ്പൊ ചെടികളുടെ വളർച്ച കാണിക്കുന്ന ഉപകരണമാണ് ഓക്സാനോമീറ്റർ. ഓക്കെ, അപ്പോൾ അതറിയാവുമെങ്കിൽ ഓക്സിൻ എന്ന് പറയുന്നത് ചെടികളെ വളരാൻ സഹായിക്കുന്ന ഹോർമോണാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓക്സാനോമീറ്റർ എന്ന് പറയുന്നത് ചെടികളുടെ വളർച്ച അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ന് മനസ്സിലാക്കാം. ഫോട്ടോ എന്നുള്ള ലൈറ്റുമായി ബന്ധപ്പെട്ട പദമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഇതും ഒന്നുമല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി, വെള്ളം. അപ്പൊ അതിൽ നിന്ന് ഹൈഡ്രോ എന്ന വാക്കുമായി ബന്ധപ്പെട്ടത് ഹൈഗ്രോമീറ്റർ ആണ് ഈർപ്പം അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കുറേ പേര് ടഫ് ക്വസ്റ്റ്യൻ ആണ് എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചവരുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. വെസ്റ്റേർലീസ് ആർ മോർ പവർഫുൾ ആൻഡ് അഗ്രസീവ് ഇൻ സദേൺ ഹെമിസ്ഫിയർ. ഇവിടെ പറയുന്നത് പശ്ചിമവാദങ്ങൾ എന്ന് പറയുന്നത് കൂടുതൽ ശക്തമായിട്ടാണ് വീശുന്നത്. എവിടെ? സദേൺ ഹെമിസ്ഫിയറിൽ, ദക്ഷിണാർദ്ധഗോളത്തിൽ. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. വെസ്റ്റേർലീസ് ഇൻ സദേൺ ഹെമിസ്ഫിയർ ബ്ലോസ് ത്രൂ ഫ്രിക്ഷൻ ഫ്രീ സർഫസ് ഓഫ് ഓഷ്യൻസ്. അതായത് പശ്ചിമവാദങ്ങൾ ദക്ഷിണാർദ്ധഗോളത്തിലൂടെ വീശുമ്പോൾ അത് ഘർഷണമില്ലാതെയാണ് ഓഷ്യന്റെ മുകളിലൂടെ മൂവ് ചെയ്യുന്നത്. ഘർഷണമില്ലാതെയാണ് സമുദ്രോപരിതലത്തിലൂടെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഇതിനൊരു ലോജിക്ക് കിട്ടും. എന്താണെന്നറിയാമോ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു പശ്ചിമവാദങ്ങൾ അല്ലെങ്കിൽ വെസ്റ്റേർലീസ് പവർഫുള്ളാണ് ദക്ഷിണാർദ്ധഗോളത്തിൽ എന്ന് പറയുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ നോക്കിയേ, അവർ പവർഫുൾ ആവാനുള്ള കാരണം ഫ്രിക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ്, അവിടെ സമുദ്രത്തിന്റെ മുകളിൽ ഫ്രിക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാറ്റിന്റെ വേഗത എപ്പോഴാണ് കുറയുന്നത് എന്ന് കുറേ പേർക്കെങ്കിലും അറിയാൻ പറ്റും. ഘർഷണം കുറയുമ്പോൾ മൂവ് ചെയ്യുന്ന ഒബ്ജക്ട്സിന് എന്ത് കുറയും? സ്പീഡ് കൂടും. ഘർഷണം കുറഞ്ഞാൽ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ സ്പീഡ് കൂടും. അപ്പൊ ഇവിടെ അത് തന്നെയല്ലേ പറഞ്ഞേക്കണേ. അതായത് സദേൺ ഹെമിസ്ഫിയറിൽ ഇവർ പവർഫുള്ളാണ്, എന്നിട്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുകയാണ് പവർഫുൾ ആവാൻ കാരണം ഘർഷണമില്ലാത്ത സമുദ്രോപരിതലത്തിലൂടെ മൂവ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റിന് ഇത് ഫോളോ ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് ബി എക്സ്പ്ലെയിൻസ് ദ സ്റ്റേറ്റ്മെന്റ് എ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ വരിക. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയോ തെറ്റോ എന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ മനസ്സിലാവും ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്നുള്ളത്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് വിട്ട് കളയരുത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിന്ന് ആൻസറിലോട്ട് എത്താൻ സഹായിക്കുന്ന ഒന്നാണ്. അതായത് നിത്യജീവിതത്തിൽ നമ്മളെല്ലാവരും റിമോട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ റിമോട്ട് സെൻസിങ് എന്താണ് എന്നറിയാത്തവർ നിങ്ങൾക്ക് സിമിലർ ആയിട്ടുള്ള ശബ്ദം റിമോട്ട് എന്താണ് എന്ന് ഓർത്താൽ മതി. നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ റിക്വയർമെന്റ് ഫോർ റിമോട്ട് സെൻസിങ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് റിമോട്ട് സെൻസിങ്ങിന് വേണ്ടത്? അപ്പോൾ നിങ്ങൾക്ക് റിമോട്ട് സെൻസിങ് എന്താണെന്ന് പ്രോപ്പറായിട്ട് അറിയില്ല. അപ്പോൾ നിങ്ങൾ വീട്ടിൽ റിമോട്ട് ഉപയോഗിക്കാറുണ്ടാവും. എന്തിനു വേണ്ടി? TV കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഓർത്താൽ മതി, റേഡിയേഷൻ ബൈ എനർജി സോഴ്സ്. നിങ്ങൾ റിമോട്ടിൽ ഞെക്കുമ്പോൾ ഒരു ലൈറ്റ് അവിടെ നിന്ന് എമിറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. റിമോട്ടിൻ്റെ അറ്റത്ത് ഒരു ചെറിയൊരു ബൾബ് ഉണ്ടാവും, LED അല്ലേ? അപ്പോൾ അവിടെ റേഡിയേഷൻ ഉണ്ടാവും എനർജി സോഴ്സിൽ നിന്ന്. അപ്പോൾ ഇത് ശരിയല്ലേ? ശരിയാണ്. ഇനി നോക്കിക്കേ, ഇൻട്രാക്ഷൻ ഓഫ് എനർജി വിത്ത് ടാർഗറ്റ്. നിങ്ങൾ രണ്ടാം നിലയുടെ മുകളിൽ കയറിയിരുന്ന് റിമോട്ട് ഞെക്കി കഴിഞ്ഞാൽ താഴത്തെ നിലയിലുള്ള TV വർക്ക് ചെയ്യുമോ? ഇല്ലല്ലോ. അത് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? താഴെ വന്ന് TVയുടെ ഫ്രണ്ടിൽ നിന്ന് ഞെക്കണം. കാരണം എന്താ? അവിടെ എനർജിയും ടാർഗറ്റും തമ്മിൽ, അതായത് ആ റിമോട്ടിൽ നിന്ന് പോകുന്ന എനർജിയും അതുപോലെ തന്നെ TV ആണ് അവിടെ ടാർഗറ്റ്, TVയും തമ്മിൽ ഇൻട്രാക്ഷൻ ഉണ്ട്. അപ്പം ഇത് ശരിയാണ്. മനസ്സിലായോ? ഇനി ട്രാൻസ്മിഷൻ, റിസപ്ഷൻ ആൻഡ് പ്രോസസ്സിങ്. നിങ്ങൾ റിമോട്ട് ഞെക്കുമ്പോൾ ഇവിടെ നിന്ന് സിഗ്നൽ അങ്ങോട്ട് പോകും. ആ സിഗ്നൽ അവർ റിസീവ് ചെയ്യും അല്ല, TV റിസീവ് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്യും. അപ്പോൾ ഇതും ശരിയാണ്. ഇനി ഇന്റർപ്രിട്ടേഷൻ ആൻഡ് അനാലിസിസ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഞെക്കുന്ന ആ റിമോട്ടിൽ ഒരുപാട് കീകളുണ്ട്. അതിൽ ഏത് കീ ആണോ ഞെക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് TV റെസ്പോണ്ട് ചെയ്യുന്നത്. അതായത് അവിടെ അത് ഇന്റർപ്രിറ്റും ചെയ്യുന്നുണ്ട്, അനാലിസിസും ചെയ്യുന്നുണ്ട്. എല്ലാ കീ ഞെക്കുമ്പോൾ ഒരുപോലെയാണോ TV പ്രവർത്തിക്കുന്നത്? അല്ലല്ലോ. ഓരോന്നിനും വ്യത്യസ്തമായ രീതിയിലാണ് TV പ്രതികരിക്കുക. അതായത് അവിടെ നിങ്ങൾ എന്ത് സിഗ്നലാണോ അയച്ചതെന്ന് അവരവിടെ കണ്ടുപിടിക്കും, അത് അനാലിസിസ് ചെയ്യും. അപ്പം ഇതെല്ലാം വരും. അപ്പോൾ ഇത് 4ഉം അതിൽ വരുന്നുണ്ടെന്ന് മനസ്സിലാവും. ഓൾ ഓഫ് ദി എബവ് ആർ കറക്റ്റ്. അതായത് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തിയത് റിമോട്ട് സെൻസിങ് എന്ന ടെക്നോളജി അറിഞ്ഞുകൊണ്ടല്ല, പകരം നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന TVയുടെ റിമോട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. ഇതുപോലെ തന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം. ഓക്കെ, ഇതേ സിമിലറിലുള്ള ഒരു ക്വസ്റ്റ്യൻ പറയാം. ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് തരിക: ട്രോപ്പോസ്ഫിയർ ഈസ് ദി ലോവർ മോസ്റ്റ് ലെവൽ ഇൻ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലെ ഏറ്റവും താഴത്തെ ലെയറിനെയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. അത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അറിയാണ്: ഇൻ ട്രോപ്പോസ്ഫിയർ വിത്ത് ഹൈറ്റ് ടെമ്പറേച്ചർ ഡിക്രീസസ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് തരികയാണ്. അതായത് ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ കുറേ പേരെങ്കിലും ആലോചിക്കും അത് ശരിയാണോ? അപ്പോൾ നിങ്ങളുടെ നിത്യജീവിതത്തിലെ കാര്യം ഓർത്താൽ മതി. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു ട്രോപ്പോസ്ഫിയർ ലോവർ മോസ്റ്റ് ലെയർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ ആണ്. അതറിഞ്ഞിരിക്കണം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യണമെങ്കിൽ. അപ്പോൾ അത് ഏതൊരു കുഞ്ഞു കുട്ടിക്ക് അറിയാവുന്ന കാര്യമാണ്, ഏറ്റവും താഴത്തെ ലെവല് ട്രോപ്പോസ്ഫിയർ ആണെന്ന്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് സംശയം. എന്ത്? അതായത് ഹൈറ്റിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയുമോ എന്നുള്ളത്. അപ്പം നിങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തുക. അതായത് നിങ്ങളൊരു മല കയറുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇടുക്കി, വയനാട് പോലെയുള്ള മലമ്പ്രദേശങ്ങളിലോട്ട്
ട്രാവൽ ചെയ്യുകയാണ്. അവിടെ ഉയരം കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ടെമ്പറേച്ചർ കുറയുന്നതായിട്ടാണ് തോന്നുന്നത്. മനസ്സിലായോ? അത് നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ട്രോപ്പോസ്ഫിയർ ലോവർ ലെയർ ആണ്, അവിടെയാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ അല്ലേ, അവിടെ നമ്മൾ ഇടുക്കി, മൂന്നാർ പോലുള്ള സ്ഥലങ്ങൾ കയറുമ്പോൾ, ഉയരമുള്ള പ്രദേശത്തോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഹിമാലയത്തിലോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കുറയുന്നു. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് എന്നുള്ളത്. ക്ലിയർ ആണോ? അപ്പോൾ നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിന്നുള്ള എക്സാമ്പിൾസിൽ നിന്ന് നിങ്ങൾക്ക് ജോഗ്രഫി ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കണ്ടുപിടിക്കാവുന്നത് ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത ഐഡൻറ്റിഫൈ ദി ഇൻകറക്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു കീവേഡ്സ് മാർക്ക് ചെയ്യണം. ഇൻകറക്റ്റ് ആണ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദോസ് ഗിവൺ ബിലോ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തെറ്റായത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 21 മാർച്ച് സ്പ്രിംഗ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ സോ കോൾഡ് സ്പ്രിംഗ് ഓർ വെർണൽ ഇക്വിനോക്സ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് കുറേ പേർക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. എനിക്കറിയാം, നിങ്ങൾക്ക് അറിയാം 21 മാർച്ച് എന്ന് പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിനെ സംബന്ധിച്ച് സ്പ്രിംഗ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പക്ഷെ നിങ്ങൾക്ക് അറിയില്ല എന്നിരിക്കട്ടെ, വിട്ടോളുക. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കി. ഓൺ 23 സെപ്റ്റംബർ ഓട്ടം ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ സോ കോൾഡ് ഓട്ടം ഇക്വിനോക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും തമ്മിൽ സംശയമാണെന്ന് വിചാരിക്കുക. ആ സ്റ്റേറ്റ്മെന്റ് അവിടെ വിട്ടേക്കുക. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിക്കും ശരിയാണ്, പക്ഷേ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വിട്ടേക്കുക. തേർഡ് സ്റ്റേറ്റ്മെന്റിലോട്ട് പോവുക. ഓൺ 21 ജൂൺ, 21 ജൂൺ, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമോ. നോർത്തേൺ പോൾ ഈസ് ഇൻക്ലൈൻഡ് ടുവേർഡ്സ് ദി സൺ. അതായത് നോർത്തേൺ ഹെമിസ്ഫിയർ, നോർത്തേൺ പോള് സൂര്യനോട് ചരിഞ്ഞാണ് ഇരിക്കുന്നത്. ഡേയ്സ് ആർ ലോങ്, ദിവസത്തിന് ദൈർഘ്യം കൂടുതലാണ്. ആൻഡ് ഹോട്ട്, ചൂട് കൂടുതലാണ്. അങ്ങനെയെങ്കിൽ ഇറ്റ് ഈസ് സമ്മർ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. അങ്ങനെയാണെങ്കിൽ ഇത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. 21 ജൂണിൽ നോർത്ത് പോള് സൂര്യനോട് ചരിഞ്ഞാണ് ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ ദിവസത്തിന്റെ ദൈർഘ്യം കൂടും. സൂര്യനോട് ചരിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യപ്രകാശം കൂടുതൽ കിട്ടുക. അപ്പോൾ ലോജിക്കലി എന്താ? ദൈർഘ്യം കൂടും ദിവസത്തിന്റെ ദൈർഘ്യം കൂടിയാൽ, സൂര്യപ്രകാശം കൂടിക്കഴിഞ്ഞാൽ അവിടെ ചൂട് കൂടും. ചൂട് കൂടുന്ന കാലാവസ്ഥയാണ് നമ്മൾ എന്ത് പറയാ? സമ്മർ എന്ന് പറയാ. ഇത് ശരിയാണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ഓൺ 22 ഡിസംബർ, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. 22 ഡിസംബർ സൗത്ത് പോൾ ഈസ് ഇൻക്ലൈൻഡ് ടുവേർഡ്സ് ദി സൺ. സൗത്ത് പോള് അതായത് ഭൂമിയുടെ താഴ്ഭാഗം, ദക്ഷിണാർത്ഥ ഗോളം അല്ലെങ്കിൽ ദക്ഷിണ ധ്രുവം സൂര്യനോട് ചേർന്നാണ് ഇരിക്കുന്നത്. ഡേയ്സ് ആർ ലോങ്, അവിടെയും ദിവസത്തിന് ദൈർഘ്യം കൂടുതലാണ്. ഇറ്റ് ഈസ് വിന്റർ ഇൻ സദേൺ ഹെമിസ്ഫിയർ. ദിവസത്തിന് ദൈർഘ്യം കൂടിയാൽ വിന്റർ ആയിരിക്കുമോ? ഇവിടെ എന്താ പറയണത്? വിന്റർ ഇൻ സദേൺ ഹെമിസ്ഫിയർ. വിന്റർ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ ശരിയാവും. പക്ഷെ ഇവിടെ അവർ പറയണത് എന്താ? വിന്റർ ഇൻ സദേൺ ഹെമിസ്ഫിയർ. സദേൺ ഹെമിസ്ഫിയറിൽ സൂര്യപ്രകാശം കൂടി, ദിവസത്തിന്റെ ദൈർഘ്യം കൂട്ടി. അതിനെ വിന്റർ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പൊട്ടത്തെറ്റാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും 4 ഈസ് റോങ്. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് റോങ്. അപ്പോൾ ഇതില് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കൺഫ്യൂസ്ഡ് ആയ കുട്ടികൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയില്ല എന്നുള്ളതാണ്. അതായത് കുറേ പേര് എക്സാം ഹോളിൽ ഒന്നാമത്തെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോൾ ആകെ കൺഫ്യൂഷനായി. ജൂൺ 21 അല്ല, മാർച്ച് 21 ആണോ, സെപ്റ്റംബർ 23 ഓട്ടോ സ്പ്രിങ്? കുറേ പേര് കൺഫ്യൂസ് ആയി, കുറേ പേര് തൊട്ടില്ല. ശരിക്കും അങ്ങനെ ചെയ്യരുത്. ഫസ്റ്റ് സെക്കൻഡ് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ വിട്, തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്ക്. തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് നോക്ക്. നമുക്ക് ഒരേ ഒരു ആൻസർ കിട്ടിയാൽ മതി. ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടിയാൽ മതി. ബാക്കി കറക്റ്റ് ആണോ എന്ന് അറിയേണ്ട ഒരു കാര്യമില്ല. ഇൻകറക്റ്റ്, നമ്മൾ മലയാളികൾക്ക് ഒരു ഗുണമുണ്ട്, അതായത് കുറ്റം കണ്ടുപിടിക്കാൻ മിടുക്കന്മാരാ. അപ്പോൾ ഇൻകറക്റ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്, നിങ്ങൾ സ്മാർട്ടായിട്ട് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ലോജിക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ തമാശ പറഞ്ഞാണ്, വേറെ ഒന്നും വിചാരിക്കരുത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിക്കേ. ഐഡന്റിഫൈ ദ സ്റ്റേറ്റ് മെൻഷൻഡ് ഇൻ ദ ഫാക്ട്സ് ലിസ്റ്റഡ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ഗിവൺ ബിലോ. തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന്, പ്രസ്താവനകളിൽ നിന്ന് ഈ സ്റ്റേറ്റ് ഏതാണ് എന്ന് കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ കടമ. അപ്പോൾ സരിസ്ക ടൈഗർ റിസർവ് ഇൻ ആൾവർ ഡിസ്ട്രിക്ട് ഓഫ് ദിസ് സ്റ്റേറ്റ്. ഇപ്പോൾ സരിസ്ക ടൈഗർ റിസർവ് എവിടെയാണ്, അല്ലെങ്കിൽ ആൾവർ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയാമെങ്കിൽ ആൻസർ കിട്ടും. എനിക്ക് തോന്നുന്നു കുറേ ഉദ്യോഗാർത്ഥികൾക്ക്
സരിസ്ക എവിടെയാണെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ അതറിയാൻ പാടില്ലാത്തൊരു വിട്ടേരെ, ഒരു പ്രശ്നമില്ല. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ പൊക്രാൻ അറിയാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. നമ്മുടെ ആണവ പരീക്ഷണങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ് പൊക്രാൻ ലൈസ് ഇൻ ദി സ്റ്റേറ്റ് ഇൻ ദ ജസൽമീർ ഡിസ്ട്രിക്ട്. ഇനി പൊക്രാനും അറിയില്ല എന്ന് വിചാരിക്കും, അവിടെ എന്ത് എഴുതിയിട്ടുണ്ട്? ജസൽമീർ എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ജസൽമീർ ഒരു മരുഭൂമിയാണ് എന്നറിയാമെങ്കിൽ ആൻസറിലോട്ട് എത്താം. കാരണം ഇന്ത്യയിൽ മരുഭൂമിയുള്ള സ്ഥലം ഏതാ? രാജസ്ഥാൻ. അപ്പൊ ജസൽമീർ മരുഭൂമിയാന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എത്താം, അത് രാജസ്ഥാനാണ്. അല്ല പൊക്രാൻ അറിയാമെങ്കിലും നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇതിന്റെ ആൻസർ രാജസ്ഥാനാണ്. ഇനി ലാർജസ്റ്റ് കനാൽ സിസ്റ്റം ഓഫ് ഇന്ത്യ, ഇന്ദിരാഗാന്ധി കനാൽ സിസ്റ്റം വിച്ച് യൂട്ടിലൈസസ് ദ വാട്ടർ ഓഫ് സത്ലജ് റിവർ ഇൻ ദി സ്റ്റേറ്റ്. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെന്റ്സ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താവുന്നതാണ്. അപ്പോൾ PSC പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? സമയം തികയുന്നില്ല മിസ്സേ. ഒരിക്കലും സമയം തികയല്ല. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സമയം തികയാത്തതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾക്ക് ഫസ്റ്റത്തെ അറിയില്ലെങ്കിൽ നിങ്ങൾ വിട്ടേക്കുക, പിന്നെ അത് പിന്നെയും വായിക്കണ്ട. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കുക. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പൊക്രാൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. പിന്നെ നിങ്ങൾ തേർഡ് സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടാൽ മതി. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സമയം കളയരുത്. അപ്പം ടൈം മാനേജ്മെന്റ് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ട്രിക്സ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഒരെണ്ണം അറിയാമെങ്കിൽ ആൻസറിലോട്ട് എത്താം. അപ്പോൾ ബാക്കിയുള്ളത് ചുമ്മാ വായിച്ചു വിട്ടാൽ മതി. അതിൻ്റെ പുറകിൽ ഒരുപാട് സമയം കളയരുത്. ഇപ്പോൾ എന്താ സംഭവിക്കാന്നറിയോ? ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് 1, 2, 3 തവണ എക്സാം ഹോളിൽ വായിച്ച കുട്ടികളുണ്ടാവും. അതിൻ്റെ ഒരു ആവശ്യമില്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒരു തവണ വായിക്കുക, കിട്ടിയില്ലേ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലോട്ട് പോവുക. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ ആൻസർ കിട്ടുമായിരിക്കും. ഇനി കിട്ടിയില്ലെങ്കിൽ തേർഡ് സ്റ്റേറ്റ്മെന്റിലോട്ട് പോവുക. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഒരു സെക്കൻഡ് റീഡിങ്ങിന്റെ കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് അവിടെ കൃത്യമായി നടക്കും. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താ പറഞ്ഞേ? ഒന്ന് കമന്റ് ചെയ്തേ. ഗുജറാത്ത്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, പഞ്ചാബ് ഏതാണ് വരിക? രാജസ്ഥാനാണ് വരിക. അപ്പൊ ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ച്. 2 സ്റ്റേറ്റ്മെന്റ് എന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഓസോൺ എന്നുള്ളത് കണ്ട കുട്ടികൾക്ക് അതിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ രാജസ്ഥാൻ ചെയ്തതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, 3 സ്റ്റേറ്റ്മെന്റ്. ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ആൻസർ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താം. ദ ഫാക്ട്സ് മെൻഷൻഡ് ബിലോ ആർ എബൌട്ട് എ പെനിൻസുലാർ റിവർ സിസ്റ്റം ഇൻ ഇന്ത്യ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഒരു പെനിൻസുലാർ നദിയെ കുറിച്ചാണ്. ഐഡന്റിഫൈ ദ കറക്റ്റ് വൺ ഫ്രം ദ ചോയ്സസ് ഗിവൺ ബിലോ. അതിൽ നിന്ന് ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നദി ഏതാന്ന് തിരിച്ചറിയുക. ഇറ്റ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ സിസ്റ്റം ഇൻ ഇന്ത്യ. ഇപ്പൊ തന്നെ കുറെ പേർക്ക് കത്തിയിട്ടുണ്ടാവും സെക്കൻഡ് ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ സിസ്റ്റം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഗോദാവരി, കൃഷ്ണ, മഹാനദി, കാവേരി തന്നിട്ടുണ്ട്. സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ കുറെ പേർക്ക് ഗോദാവരിനെ കട്ട് ചെയ്യാൻ പറ്റും. കാരണം ഗോദാവരിയാണ് ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അത് വെട്ടി. ഇനി ഇറ്റ് റൈസസ്, ഇപ്പൊ സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ കുറെ കുട്ടികൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. അവിടെ നിൽക്കാം. കിട്ടാത്ത ആൾക്കാർ അടുത്ത സ്റ്റേറ്റ്മെന്റ് വായിക്കുക. ഇറ്റ് റൈസസ് ഫ്രം സ്പ്രിംഗ് നിയർ മഹാബലേശ്വർ. മഹാബലേശ്വറിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി. അപ്പൊ കുറെ കുട്ടികൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഫസ്റ്റിൽ കിട്ടാത്ത ആൾക്കാർക്ക് സെക്കൻഡിൽ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. മഹാബലേശ്വറിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി 1400 കിലോമീറ്റർ ലെങ്ത് ഉള്ള നദി. ഇനി അതും കിട്ടിയില്ലെങ്കിൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലോട്ട് വന്നാൽ മതി. ഇറ്റ്സ് മേജർ ട്രിബ്യൂട്ടറീസ് ആർ ഭീമ ആൻഡ് തുംഗഭദ്ര. അപ്പൊ ഭീമനുമായി ബന്ധമുള്ള നദിയാണ് ഭീമ ആൻഡ് തുംഗഭദ്ര. അപ്പൊ അതിൽ നിന്ന് ആൻസർ കിട്ടിയ കുട്ടികൾ ഉണ്ടാവും. ദെൻ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഫ്ലോസ് ത്രൂ മഹാരാഷ്ട്ര, കർണാടക ആൻഡ് ആന്ധ്രാപ്രദേശ്. ഓക്കെ, ഇത് ഒഴുകുന്നത് മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശിലൂടെയാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ടഫ് സ്റ്റേറ്റ്മെന്റാ. ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മാത്രമായിട്ട് നമുക്ക് ആൻസർ കിട്ടില്ല. അത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ശരിക്കും ഒന്നില്ലെങ്കിൽ 1ാമത്തെ സ്റ്റേറ്റ്മെന്റിൽ നിന്നോ അല്ലെങ്കിൽ 2ാമത്തെ സ്റ്റേറ്റ്മെന്റിൽ നിന്നോ അതും അല്ലെങ്കിൽ 3ാമത്തെ സ്റ്റേറ്റ്മെന്റിൽ നിന്നോ ഉത്തരം കിട്ടുന്നതാണ്. പിന്നെ ഇത് ഫുള്ളും വായിക്കണമെന്നില്ല. എവിടെ വെച്ചാണോ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് അപ്പൊ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഏത് നദിയാണ് മഹാബലേശ്വരിൽ നിന്ന് ഉത്ഭവിക്കുന്നത്? കൃഷ്ണ അല്ലെ. കൃഷ്ണ റിവറാണ് മഹാബലേശ്വരിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. ഭീമ, തുംഗഭദ്ര, മാൽപ്രഭ, ഗദ്പ്രഭ ഈ നദികളെല്ലാം തന്നെ കൃഷ്ണ റിവറിന്റെ ട്രിബ്യൂട്ടറീസ് ആണ്. ഓക്കെ, അപ്പൊ കൃഷ്ണ റിവറാണ് ആൻസർ. ഈ ക്വസ്റ്റ്യനിലും സമയം നിങ്ങൾ കളയരുത്. സമയം നിങ്ങൾ ബാക്കിയുള്ള സബ്ജക്ട്സിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കി സ്റ്റേറ്റ്മെന്റിന്റെ പുറത്ത് സമയം കളയരുത്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു വിട്ടാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രമല്ല, കഴിഞ്ഞ ഒരു വർഷം PSC നടത്തിയ പരീക്ഷകളിൽ ജോഗ്രഫി ക്വസ്റ്റ്യൻസിൽ ഒരു
70% ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് നിങ്ങളുടെ ലോജിക്ക് ഉപയോഗിച്ച് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ പല ക്വസ്റ്റ്യൻസിനും പല ലോജിക്കാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടമായി, നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ എൻട്രിയുടെ ചാനൽ. അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഇനിയും ക്ലാസ്സുകൾ ആവശ്യമാണെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തുക. അതുപോലെ ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അപ്പോൾ ബൈ, ടേക്ക് കെയർ. താങ്ക് യു.